ഒമാനിലെ സോഹാറിൽ താമസിക്കുന്ന മലയാളി വീട്ടമ്മയെ ഫേസ്ബുക്കിലൂടെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ തൃശൂർ സ്വദേശി നാട്ടിൽ പിടിയിലായി. കേസുമായി ബന്ധപ്പെട്ട് സലാലയിലെ മലയാളി ദമ്പതികൾക്കെതിരെ ഒമാനിലും നിയമ നടപടികൾ ആരംഭിച്ചു. ഒമാനിലെ സൊഹാറിൽ ഭർത്താവിനും പെൺമക്കൾക്കുമൊപ്പം താമസിക്കുന്ന വീട്ടമ്മയ്ക്കെതിരെയാണ് മകളുടെ പേരിൽ തന്നെ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി അപവാദ പ്രചരണം നടത്തിയിരുന്നത്. ശല്യം നിരന്തരമായതോടെ കുടുംബം സാമൂഹിക പ്രവർത്തകൻ യൂസഫ് സലീം മുഖേന മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രവാസികാര്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ആദ്യം അക്കൗണ്ട് റദ്ദാക്കി. എന്നാൽ മറ്റു പേരുകളിൽ ഇവർ അക്കൗണ്ട് തുറന്ന് അപവാദ പ്രചരണം തുടരവെയാണ് തൃശൂർ കൂർക്കഞ്ചേരി സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സലാലയിൽ താമസിക്കുന്ന മറ്റൊരു മലയാളി ദമ്പതികൾക്ക് വേണ്ടിയാണ് ഇയാൾ പോസ്റ്റ് ഇട്ടിരുന്നതെന്നാണ് വിവരം. ഇപ്പോൾ ഒമാനിലെ സലാലയിലുള്ള ദമ്പതികളാണ് ഈ ഫേസ്ബുക്കിൽ കൂടി അപകീർത്തികരമായ ഈ വാർത്ത പ്രചരിപ്പിക്കാൻ ഈ പയ്യന് പ്രേരണ നൽകിയത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിൻ്റെ കേസുകൾ ഇപ്പോൾ ആർഒപിയിലും അതുപോലെ പബ്ലിക് പ്രോസിക്യൂഷനിലും നടന്നു വരികയാണ്. തൃശൂരിൽ പിടിയിലായ യുവാവിന്റെ മൊഴിപ്പകർപ്പ് ലഭിക്കുന്നതോടെ അപവാദ പ്രചരണത്തിന് പ്രേരിപ്പിച്ച സലാലയിലെ ദമ്പതികളെ പിടികൂടാനുള്ള നടപടികൾ ഊർജിതമാകുമെന്ന് യൂസഫ് സലീം പറഞ്ഞു. ഇതിനായി ഇന്ത്യൻ എംബസിയുടെ സഹായവും തേടിയിട്ടുണ്ട്. മുൻവൈരാഗ്യം തീർക്കാനാണ് സലാലയിലെ ദമ്പതികൾ വീട്ടമ്മയ്ക്കെതിരെ അപവാദ പ്രചരണം നടത്തിയതെന്നാണ് സൂചന. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.